അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 1ാം ഭാഗത്തിലെ 6ാമത്തെ പാഠം സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ സിഫത്തുകളെ കുറിച്ച് പറയുന്ന പാഠം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തെരിതിരി ഭാഗത്തും കൂടെ നോക്കാം. എന്താണ് സിഫത്ത് എന്നൊക്കെ പറയുന്നു. താഴെ നമുക്ക് വായിക്കാം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഹർഫുകളുടെ മഖ്റജുകൾ ശ്രദ്ധിക്കേണ്ടത് പോലെ അവയുടെ സിഫത്തുകളും പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ ഹർഫുകളുടെ മഖ്റജുകൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു, മുമ്പത്തെ പാഠത്തിലൂടെ പഠിച്ചു, 2 പാഠങ്ങളിലൂടെ മഖ്റജുകൾ പഠിച്ചു. ഇനി സിഫത്തുകൾ നീളം പരിഗണിക്കണം, പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതുണ്ട്. ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധ ശബ്ദരൂപങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. എന്തിനാ സിഫത്ത് തരാ? അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന വിവിധ ശബ്ദരൂപങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. ഒരു മഖ്റജിൽ നിന്ന് വരുന്ന വ്യത്യസ്ത ഹർഫുകൾക്ക് വിവിധ ശബ്ദങ്ങൾ ലഭിക്കുന്നത് സിഫത്തുകൾ വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണ്. എന്താ പറഞ്ഞത്? ഒരു മഖ്റജിൽ നിന്ന് വരുന്ന വ്യത്യസ്ത ഹർഫുകൾക്ക് എന്ന് പറഞ്ഞാൽ നാവിൽ നിന്ന് 18 മഖ്റജുകൾ വരുന്നുണ്ട്. നമ്മൾ പഠിച്ചല്ലോ, നാവിൽ നിന്ന് 18 മഖ്റജുകൾ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു മഖ്റജിൽ നിന്ന് തന്നെ വരുന്ന വ്യത്യസ്ത ഹർഫുകൾ, അതിൻ്റെ ശബ്ദങ്ങൾ മാറാനുള്ള കാരണം എന്താ? സിഫത്തുകൾ വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? സിഫത്തുകൾ വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണ് ഒരു മഖ്റജിൽ നിന്ന് തന്നെ വരുന്ന പല അക്ഷരങ്ങളുടെയും ശബ്ദങ്ങൾ മാറാനുള്ള കാരണം. അതിന് വിവിധ ശബ്ദങ്ങൾ വരാനുള്ള കാരണം എന്താ? സിഫത്ത് വ്യത്യാസപ്പെടുന്നു എന്നതുകൊണ്ടാണ്. പ്രധാനപ്പെട്ട ചില സിഫത്തുകൾ നമുക്ക് പഠിക്കാം. പ്രധാനപ്പെട്ട സിഫത്തുകളാണ് പറയുന്നത്. ഒന്ന് ഹംസ്, ഇതിൻ്റെ അക്ഷരങ്ങൾ ഫഹസ്തുഹു, ഷഖ്സുൻ, സക്കത്ത് എന്നിവയാണ്. എന്നാണ് 10 അക്ഷരങ്ങളാണ്. ഈ 10 ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ വായിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരും. അതാണ് ഹംസിൻ്റെ പ്രത്യേകത. എന്താ ഹംസിൻ്റെ പ്രത്യേകത? ഈ അക്ഷരങ്ങൾ, ഈ 10 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? കാറ്റ് പുറത്തേക്ക് വരുന്നുള്ളതാണ്. അത് നോക്കാം നമുക്ക്. ഹംസിൻ്റെ അക്ഷരങ്ങൾ ഇതാ, ഫ ആണൊന്ന്, ഹ ആണ്, സ. അപ്പോൾ ഫ എന്ന് പറയുന്ന സമയത്ത് കാറ്റ് പുറത്തേക്ക് വരുന്നു. ഹ എന്ന് പറയുന്ന സമയത്തും പുറത്തേക്ക് വരും. സ എന്ന് പറയുന്ന സമയത്തും, ഹ എന്ന് പറയുന്ന ഷ, ഹ, ഈ അക്ഷരങ്ങളൊക്കെ പറയുന്ന സമയത്ത് കാറ്റ് പുറത്തേക്ക് വരുന്നുള്ളതാണ് ഹംസിൻ്റെ പ്രത്യേകത. 10 അക്ഷരങ്ങളാണ് അതിനുള്ളത്. ഇനി രണ്ടാമത്തെ ജഹിറാണ്. ജഹിർ എന്ന് പറഞ്ഞാൽ ഹംസിൻ്റെ അക്ഷരങ്ങളല്ലാത്ത, എന്ന് പറഞ്ഞാൽ ഹംസിൻ്റെ 10 അക്ഷരങ്ങളല്ലാത്ത 19 ഹർഫുകൾ ജഹിറിൻ്റെ ഹർഫുകളാണ്. എത്ര അക്ഷരങ്ങളുണ്ട്? 19 ഹർഫുകൾ. ഇവ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടരുത്, കാറ്റ് പുറത്തേക്ക് വരാൻ പാടില്ല. ഈ 19 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതേതൊക്കെയാണ് നോക്കാം നമുക്ക്. ഇതാ ജഹിറിൻ്റെ അക്ഷരങ്ങൾ 19 എണ്ണം. ഐനാണ്, വാ, മീമ്, വാവ്, സായ്, നൂന്, ഇങ്ങനെ കാഫ് ഇങ്ങനെ പോണു. അ, ലോ, മ, വ, സ, ന, ഇങ്ങനെ ക, ഈ അക്ഷരങ്ങൾ പറയുന്ന സമയത്ത് കാറ്റ് അല്പം പോലും എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തേക്ക് വരാൻ പാടില്ല. ഈ 19 അക്ഷരങ്ങൾ പറയുന്ന സമയത്ത് കാറ്റ് അല്പം പോലും പുറത്തേക്ക് വരാൻ പാടില്ല. അതാണ് ജഹിർ. അതിനാണ് ജഹിർ എന്ന സിഫത്ത് പറയുന്നത്. ജഹിർ എന്ന സിഫത്ത് പറഞ്ഞാൽ എന്താണ്? ഈ 19 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരാത്തത്, കാറ്റ് എന്ത് ചെയ്യില്ല? പുറത്തേക്ക് വരികയില്ല. ഇനി അതിൽ മൂന്നാമത്തത് ഷിദ്ദത്താണ്. ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ അജിദ്, ഖത്തിൻ, ബക്കത്ത് എന്ന് പറയുന്ന ഈ 8 അക്ഷരങ്ങൾ. ഈ 8 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശബ്ദം നീളാൻ പാടില്ല. ഷിദ്ദത്ത് പറഞ്ഞാൽ അക്ഷരം, ഈ 8 അക്ഷരം ഉച്ചരിക്കാൻ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും ശബ്ദം നീളാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ 8 അക്ഷരങ്ങൾ നോക്കാം. ഇതാണ് ആ 8 അക്ഷരങ്ങൾ. അ, ജ, ദ, ഖ, ത, ബ, ക, ത. ആ രീതിയിൽ ഉച്ചരിക്കാൻ പാടുള്ളൂ. ആ, ജ, ദ, അങ്ങനെ അല്പം പോലും എന്ത് ചെയ്യാൻ പാടില്ല? നീളാൻ പാടില്ല. അ, ജ, ദ, ഖ, ആ രീതിയിലാണ് ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ, ആ 8 അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. അല്പം പോലും ശബ്ദം നീളരുത്. ഇനി അടുത്തത് തവസ്സുത്താണ്, നാലാമത്തത്. ഇതിൻ്റെ അക്ഷരങ്ങൾ ലിൻ, ഉമർ എന്നതാണ്. ഈ 5 അക്ഷരങ്ങൾ ശബ്ദം അല്പം മാത്രം നീളേണ്ടതാണ്. ഈ 5 അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് ശബ്ദം അല്പം മാത്രം നീളം. അതുപോലെ നമുക്ക് നോക്കാം. ഷിദ്ദത്തിൻ്റെ തവസ്സുത്തിൻ്റെ അക്ഷരങ്ങൾ ലാമ്, നൂന്, ഐന്, മീമ്, റാ എന്നാണ്. ല, ന, അ, മ, റ, ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ ഒരു അല്പം എന്ത് ചെയ്യാം? നമുക്ക് ആ അക്ഷരങ്ങൾ നീളാം. അല്പം മാത്രമേ ആ അക്ഷരങ്ങൾ നീളാൻ പാടുള്ളൂ. ഇനി അടുത്തത് 5ാമത്തെ രഹ്വാണ്. ഷിദ്ദത്തിൻ്റെയും തവസ്സുത്തിൻ്റെയും അക്ഷരങ്ങൾ ഒഴികെയുള്ള 16 അക്ഷരങ്ങൾ രഹ്വിൻ്റെ ഹർഫുകളാണ്. എത്ര ഹർഫുകൾ? 16 അക്ഷരങ്ങൾ രഹ്വിൻ്റെ ഹർഫുകളാണ്.
ഇവ ഉച്ചരിക്കുമ്പോൾ തവസ്സുത്തിനേക്കാൾ ശബ്ദം നീളണം. തവസ്സുത്ത് പറഞ്ഞാൽ അല്പം നീളം നമ്മൾ പറഞ്ഞല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടെ നീളാം. ഓവറായിട്ട് നീളരുത്, അപ്പോൾ മദ് കടന്നു വരും. അപ്പോൾ അല്പം കൂടെ തവസ്സുത്തിനേക്കാൾ അല്പം കൂടെ നീളം. അങ്ങനെയാണ് ഏത് ഉച്ചരിക്കേണ്ടത്? രഹ് ഉച്ചരിക്കേണ്ടത്. ഉദാഹരണത്തിൽ ഹ ദ ഗ ത ഹ വ, അങ്ങനെ തവസ്സുത്തിനേക്കാൾ അല്പം കൂടി നീട്ടിയിട്ടാണ് അല്പം കൂടി നീട്ടിയിട്ടാണ് രഹുവിൻ്റെ അക്ഷരങ്ങളെ ഉച്ചരിക്കുന്നത്. രഹുവിൻ്റെ അക്ഷരങ്ങൾ മൊത്തത്തിൽ 16 അക്ഷരങ്ങളാണുള്ളത്. ഇൻഷാ അല്ലാ ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. ഒന്ന് നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന് സിഫത്ത് എന്നാൽ എന്ത്? ആൻസർ ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധ ശബ്ദരൂപങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധ ശബ്ദരൂപങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ജഹറിൻ്റെ ഹർഫുകൾ ഏവ? ആൻസർ ഐന് ലാ മീമ് വാവ് സായിസ് നൂന് ഖാഫ് അലിഫ് റാ ഹംസ് ദാല് യാ ഗൈന് ലാദ് ഹ ദാല് ത്വാ ലാമ് ബാ എന്നീ അക്ഷരങ്ങളാണ് ജഹറിൻ്റെ അക്ഷരങ്ങൾ. ഇനി അടുത്തത് 3, തവസ്സുത്തിൻ്റെ ഹർഫുകളുടെ പ്രത്യേകത എന്ത്? തവസ്സുത്തിൻ്റെ ഹർഫുകളുടെ പ്രത്യേകത എന്ത്? എന്താ പ്രത്യേകത? ശബ്ദം അല്പം മാത്രം നീട്ടി ഉച്ചരിക്കണം. തവസ്സുത്ത് പറഞ്ഞാൽ ശബ്ദം അല്പം മാത്രം നീട്ടി ഉച്ചരിക്കണം. 4, രഹ്വിൻ്റെ ഹർഫുകളിൽ നിന്ന് 5 എണ്ണം എഴുതുക. രഹ്വിൻ്റെ ഹർഫുകൾ ഫുള്ള് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 5 എണ്ണമാണ് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി അഞ്ചാമത്തത് ഹംസിൻ്റെ ഹർഫുകളുടെ പ്രത്യേകത എന്ത്? ഹംസിൻ്റെ ഹർഫുകളുടെ പ്രത്യേകത എന്താ? ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായിൽ നിന്നും കാറ്റ് പുറത്തേക്ക് വരും. അതാണ് ഹംസിൻ്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത. എന്താ പ്രത്യേകത? ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായിൽ നിന്നും കാറ്റ് പുറത്തേക്ക് വരും. ഇനി നെസിൽ ചേരുമ്പടി ചേർക്കാനുള്ളതാണ് ഹംസ്. ഹംസിന് എത്ര അക്ഷരങ്ങളുണ്ട്? ആൻസർ സി ആണ്, 10 ഹർഫുകൾ. 2 ജഹറിന് എത്ര ഹർഫുകളുണ്ട്? ആൻസർ ഇ ആണ്, 19 ഹർഫുകൾ. 3 ഷിദ്ദത്തിന് എത്ര ഹർഫുകളാണ്? ആൻസർ 8. ആൻസർ ഡി 8 ഹർഫുകൾ. പിന്നെ തവസ്സുത്തിന് ആൻസർ എ ആണ്, 5 ഹർഫുകൾ. അടുത്തത് അഞ്ചാമത്തെ ലിഹ്വിൻ്റെ ആൻസർ ബി, 16 ഹർഫുകളാണ് ലിഹ്വിനുള്ളത്. അതങ്ങനെ ചേരുമ്പടി ചേർക്കുക. ഇതെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പാഠത്തിൽ പറഞ്ഞ ഓരോന്നിൻ്റെ അക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് കൃത്യമായിട്ട് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഓരോന്നിൻ്റെയും അക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തത്. നക്തുബുൽ ഹുറൂഫ് അൽ ഹിജായിയത്ത ഹസ്ബ സിഫാത്തി. സിഫത്തുകൾ അടിസ്ഥാനത്തിൽ ഓരോ അക്ഷരങ്ങൾ എഴുതാനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോന്നിൻ്റെയും അക്ഷരങ്ങൾ പറഞ്ഞല്ലോ, ഓരോന്നിനും ഓരോ സിഫത്തിനും എത്ര അക്ഷരങ്ങളുണ്ടെന്നുണ്ട്. ഹംസിന് നമ്മൾ 10 എണ്ണം പറഞ്ഞത്. 10 എണ്ണം ഇല്ലേ നോക്കാമല്ലോ നമുക്ക്. 1 2 3 4 5 6 7 8 9 10, അങ്ങനെ 10. അങ്ങനെ ഓരോ അക്ഷരങ്ങളും ഓരോ സിഫത്തിൻ്റെയും അക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഉച്ചരിക്കുന്ന സമയത്ത് ഹംസിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് പുറത്തേക്ക് വരണം. ജഹറിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് പുറത്തേക്ക് വരാൻ പാടില്ല. ഷിദ്ദത്ത് എന്ന് പറയുന്ന സിഫത്ത്, ഷിദ്ദത്തിൻ്റെ ഹർഫുകൾ ഉച്ചരിക്കുന്ന സമയത്ത് അല്പം പോലും അക്ഷരം നീളാൻ പാടില്ല. തവസ്സുത്തിൻ്റെത് ഷിദ്ദത്തിനേക്കാൾ അല്പം മാത്രം. ഷിദ്ദത്ത് ശബ്ദം അല്പം നീളം, ഷിദ്ദത്തല്ല ശബ്ദം അല്പം മാത്രം നീളലാണ് തവസ്സുത്ത്. രഹ്വ് എന്ന് പറഞ്ഞാൽ തവസ്സുത്തിൽ നീളുന്നതിനേക്കാൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, നീളുക എന്നുള്ളതാണ് രഹ്വിൻ്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത. അതും പ്രത്യേകം ചെയ്യുക, മനസ്സിലാക്കുക. ഇനി തഖ്സീസ് നഖ്റ സൂറത്ത് യൂസുഫ് മാ മുറാഅത്തി സിഫാത്തുൽ ഹുറൂഫ്. ഹർഫുകളുടെ സിഫത്തുകൾ പരിഗണിച്ചുകൊണ്ട് സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യാനുള്ളതാണ്. അതിൽ രണ്ടാമത്തെ സൂറത്ത് യാസീൻ 16-ാമത്തെ ആയത്ത് മുതൽ 18-ാമത്തെ ആയത്ത് വരെ കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.